ആരോഗ്യ മന്ത്രാലയത്തിൻ്റെയും ദൂരദർശൻ്റെയും സംയുക്ത പരിപാടിയായ ആരോഗ്യ ഭാരതത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചത്തെ പരിപാടിയിൽ നമ്മൾ ഈ മാസത്തിൻ്റെ പ്രത്യേകത പറയുകയുണ്ടായി. പിങ്ക് മാസം, അതായത് സ്തനാർബുദ ബോധന മാസം. സ്തനാർബുദത്തെക്കുറിച്ച് ഈ പരിപാടിയിൽ ആരോഗ്യ ഭാരതം പരിപാടിയിൽ നിരവധി ചർച്ചകൾ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്യാൻസർ നിർണയത്തെക്കുറിച്ച്, അതുപോലെ തന്നെ ചികിത്സയെക്കുറിച്ച്, സ്തനാർബുദത്തെക്കുറിച്ച് വിവിധ വശങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്ന് മറ്റൊരു വിഷയത്തിലേക്കാണ് പോകുന്നത്. സ്തനാർബുദം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളല്ല, മറിച്ച് സാമൂഹിക പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, പലപ്പോഴും രോഗികൾക്ക് വളരെയധികം ഭീതി ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ് ഈ പറഞ്ഞവയെല്ലാം തന്നെ. സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് RCCയിലെ അഡീഷണൽ പ്രൊഫസർ, സർജിക്കൽ ഓങ്കോളജി വിഭാഗത്തിൽ അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ചന്ദ്രമോഹനാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഡോക്ടർ, ഞാനിവിടെ സൂചിപ്പിച്ചൊരു കാര്യം, സ്തനാർബുദ ബോധന മാസാചരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലും ഒരു പരിപാടി അവതരിപ്പിക്കുകയുണ്ടായി. ഈ സ്തനാർബുദ ബോധന മാസാചരണത്തിൻ്റെ പ്രാധാന്യം നേരത്തെ പറയുകയും ചെയ്തു. ഇപ്പോൾ ഡോക്ടർ, സ്തനാർബുദ ക്ലിനിക്കിലെ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ ഈ മാസാചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതികരണം എങ്ങനെയുണ്ട്? സ്തനാർബുദ മാസാചരണത്തിൻ്റെ ഭാഗമായിട്ട് ലോകമെമ്പാടും വളരെയധികം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും RCC പോലുള്ള സ്ഥാപനങ്ങളിൽ ഞങ്ങളുടെ വളരെയധികം പരിപാടികൾ, അതായത് ജനങ്ങളെ ബോധവാന്മാരാക്കുക, സ്തനാർബുദത്തിനെക്കുറിച്ച് ബോധവാന്മാരാക്കുക, ഇതിനാണ് ഈ പരിപാടി ലക്ഷ്യമിടുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് RCCയിൽ എല്ലാ ദിവസവും സ്തനാർബുദ നിർണയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലിനിക്ക് പ്രവർത്തിക്കുന്നുണ്ട് ഒരു മാസം. അതോടൊപ്പം തന്നെ സ്തനാർബുദത്തെക്കുറിച്ച് ആൾക്കാരെ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധ സ്ഥാപനങ്ങളിൽ RCC ഡോക്ടർമാർ പോയി ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അതുപോലെ ഡോക്ടർമാർ, പാരാമെഡിക്കൽ സ്റ്റാഫ് എന്നിവർക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ RCCയിൽ നടക്കുന്നുണ്ട്. അപ്പം വളരെയധികം ഒരു നല്ല ഒരു പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്നത്. ഉദാഹരണത്തിന് ഇന്ന് ഞങ്ങൾ വൈദ്യുത ബോർഡിൽ ഒരു ക്ലാസ്സിന് വേണ്ടി പോയപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു അവിടുത്തെ എല്ലാ സ്ത്രീകളും അവിടെ സന്നിധരായിരുന്നു. അവർ തന്നെ പറഞ്ഞ് ഇത്രയും നല്ലൊരു വിജയകരമായൊരു പരിപാടി അവർക്ക് ഇതിനു മുമ്പ് നടത്താൻ പറ്റിയിട്ടുള്ളത്. അപ്പം പ്രത്യേകിച്ചും ഈ ഒരു ആളുകളിൽ കിട്ടുന്ന റെസ്പോൺസ് വളരെ വളരെ ആശാജനകമാണ്. ഡോക്ടർ, അവിടെ ഒരു കാര്യം, ഇപ്പം പ്രത്യേകിച്ച് സ്തനാർബുദ ബോധന ക്ലിനിക്കിൽ വരുന്ന ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ പലരും ഇപ്പോൾ വളരെ വലിയൊരു തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. നമുക്ക് പരിശോധിക്കാവുന്ന കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രയധികം? ഞാൻ പലരോടും ചോദിക്കുമ്പോൾ എല്ലാവരും ഈ ആശങ്ക മാറ്റാൻ വേണ്ടിയാണ് പലരും വരുന്നത്. സത്യത്തിൽ ഈ രോഗത്തെ സംബന്ധിക്കുന്ന ആശങ്കകൾ അതൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് വളർന്നിട്ടുണ്ടോ? അതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ് നിരീക്ഷിച്ചിട്ടുണ്ടോ? അതെ, ഈ ഏതൊരു ക്യാൻസറിനെ സംബന്ധിച്ചും പറയുകയാണെങ്കിൽ, ഒരു ക്യാൻസറിനെ നമ്മൾ എതിരിടേണ്ട ഒരു എതിരാളിയാണ്. അപ്പോൾ ആ ക്യാൻസറിനോട് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് പ്രധാനമായും 3 തലങ്ങളിലാണ്. ഒന്ന് ചികിത്സാപരമായ ഒരു തലം, അതിനപ്പുറം ഒരു മാനസികവും സാമൂഹികവുമായ സാമ്പത്തികവുമായ തലങ്ങളുണ്ട്. അപ്പം പ്രത്യേകിച്ച് നമ്മൾ സാമൂഹികവും മാനസികവും എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം പല അസുഖങ്ങൾക്കും ഒരു സാമൂഹികമായ ചില മിഥ്യാധാരണകളുണ്ട്. അപ്പം നമുക്കതിനെ ഇംഗ്ലീഷിൽ സോഷ്യൽ സ്റ്റിഗ്മ എന്ന് പറയാം. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പണ്ട് കാലം മുതൽ ഈ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, എയ്ഡ്സ് എന്നിവയ്ക്കെതിരെ വളരെ ശക്തമായൊരു സാമൂഹ്യ മിഥ്യാധാരണ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഒരാൾ എയ്ഡ്സ് കിട്ടുന്നത് അയാളുടെ തെറ്റുകൊണ്ടല്ലായിരിക്കാം, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴിയായിരിക്കാം. പക്ഷേ സമൂഹത്തിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അയാളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സമൂഹം വളരെയധികം മടിക്കുന്നു. അപ്പോൾ അത് ശരിക്കും ഇത് മെഡിക്കൽ സയൻസുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ചില ധാരണകളാണ് ഈ സമൂഹത്തെ ഭരിക്കുന്നത്. അപ്പം ആ ഒരു ആശങ്ക ഈ ക്യാൻസറിൻ്റെ കാര്യത്തിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ആ മിഥ്യാധാരണകൾ, പ്രത്യേകിച്ചും ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞാൽ അത് എൻഡ് ഓഫ് ദ കരിയർ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ ലൈഫായി, അതുപോലെ തന്നെ ക്യാൻസർ പകരുമോ, പകർച്ചവ്യാധിയാണോ, ക്യാൻസർ ഒരു പാരമ്പര്യ രോഗമാണോ, പ്രത്യേകിച്ചും ക്യാൻസർ ബാധിച്ച ഒരു കുടുംബത്തിൽ നിന്നും ഒരു കല്യാണാലോചന വരുമ്പോഴത്തേക്കും ഇത് കുട്ടികൾക്ക് വരുമോ, അങ്ങനെയുള്ള വളരെ 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 അധികം ആശങ്കകൾ ആൾക്കാരിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. വസ്തുതാപരമാണോ ഇത്തരം ആശങ്കകൾ? ഇതിൽ യാതൊരു വസ്തുതകളും ഇല്ലെന്ന് മാത്രമല്ല, ഈ ആശങ്കകളും റിയൽ പിക്ചറുമായിട്ട് യാതൊരു പൊരുത്തപ്പെടുന്നില്ല. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ഒരു പഠനത്തിൻ്റെയും പരിശീലനത്തിൻ്റെയും ഭാഗമായിട്ട് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് അവിടെ വരുന്ന രോഗികൾ, ഒരു 80 വയസ്സായ ഒരു സ്ത്രീ വരികയാണെങ്കിൽ അവർ പറയും, എനിക്ക് എൻ്റെ 40ാമത്തെ വയസ്സിൽ എനിക്കൊരു മെലനോമ ക്യാൻസർ വന്നു, അത് കഴിഞ്ഞിട്ട് ഒരു 50 വയസ്സായപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ വന്നു, അത് കഴിഞ്ഞിട്ട് ഒരു 60 വയസ്സായപ്പോൾ കൊളറക്ടൽ ക്യാൻസർ വന്നു. അങ്ങനെ പല സാധാരണ സംഭവമാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും അവിടെ ക്യാൻസറിൻ്റെ സംഖ്യ കുറച്ച് കൂടുതലാണ്. അപ്പം അങ്ങനെ ഒരു ക്യാൻസർ
ക്യാൻസർ എന്ന് പറയുന്ന അവരെ സംബന്ധിച്ചിട്ട് ഒരു സോഷ്യലി ഒരു ഭയമുണ്ടാക്കുന്ന കാര്യമല്ല. പക്ഷേ അതേസമയം നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്നത് ഒരു ക്യാൻസർ രോഗം വന്ന് അത് ഭേദമായി കഴിഞ്ഞാൽ ഞാനൊരു ക്യാൻസർ രോഗിയാണ്, ഇനി എനിക്ക് ഒരു റിട്ടയർഡ് ലൈഫേ പറ്റുള്ളൂ, ജീവിതത്തിലേക്ക് ഇനി എനിക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല എന്ന് വ്യക്തിയും വിചാരിക്കും, സമൂഹവും അങ്ങനെ വിചാരിക്കും. അപ്പോൾ അത് ശരിക്കും നമ്മുടെ ഒരു മാൻ പവർ വളരെയധികം ലോസ് ആക്കുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് ആ ഫോബിയ. ഒരു കാര്യം കൂടി, ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിനെ മൂന്നായിട്ട് കാണാമെന്ന് തോന്നുന്നു. ഒന്ന്, ക്യാൻസർ വരുന്നതിന് മുമ്പുള്ള ഘട്ടം. 2, ക്യാൻസർ വന്ന് ചികിത്സയുടെ ഘട്ടം. 3, ക്യാൻസർ മാറിയതിന് ശേഷം അല്ല ചികിത്സ കഴിഞ്ഞതിന് ശേഷമുള്ള ഘട്ടം. 3 തരങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്ഥാനാർബുദം വരുമോ എന്നുള്ള ഭയം, വന്നു കഴിഞ്ഞാൽ എന്തു വേണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചികിത്സ സംബന്ധിക്കുന്ന ആശങ്കകളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവരെ ഇപ്പം നമ്മളിവിടെ ഈ സ്ഥാനാർബുദ ബോധന മാസാചരണത്തിൻ്റെ ഭാഗമായി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന കാര്യം, ക്യാൻസർ ഇതുവരെ വന്നിട്ടില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം, ഇത്തരം ഭയമായി നടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്ത് ഉപദേശം കൊടുക്കാൻ സാധിക്കും? ഇതിന് വളരെയധികം ഉദാഹരണങ്ങൾ എനിക്ക് പറയാൻ കഴിയും. കാരണം ക്യാൻസർ എന്ന് പറയുന്ന ഏറ്റവും ഭയപ്പെടുന്ന ഒരു വേർഡാണ് നമ്മുടെ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം. അപ്പം എനിക്ക് ഉദാഹരണത്തിന് ഒരു വർഷം മുമ്പ് ഒരു ഓഫീസിലെ ഒരു സീനിയർ സൂപ്രണ്ട് ഒരു ആളിനെയും കൂട്ടി, ഒരു ലേഡിയും കൂട്ടി എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, ഈ വ്യക്തിക്ക് ബ്രസ്റ്റ് ക്യാൻസറാണ്. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന വേറൊരു വ്യക്തിക്കും, ഇവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആയിരുന്നു, മറ്റേ വ്യക്തിക്കും ബ്രസ്റ്റ് ക്യാൻസർ 2 വർഷം മുമ്പ് വന്നു. ആ വ്യക്തി ബ്രസ്റ്റ് ക്യാൻസർ വന്ന് മരിച്ചുപോയി. അതിനുശേഷം ഇവർക്കും ബ്രസ്റ്റ് ക്യാൻസർ വന്നു. അപ്പം എന്താണ് ഇങ്ങനെ എല്ലാവർക്കും ക്യാൻസർ വരുന്നത്, എൻ്റെ ഓഫീസിൽ മാത്രം? അപ്പം അതെന്തെങ്കിലും പകർച്ചവ്യാധിയാണോ? മാത്രമല്ല അത് പിന്നെ ബേസിക്കലി ഒരു ക്യാൻസർ വന്ന് നമുക്ക് അറിയുന്ന ഒരാൾക്ക് ഒരു ട്രാജഡി വരുമ്പോൾ നമ്മൾ ദുഃഖിക്കുന്ന 2 കാരണങ്ങളാണ്. ഒന്ന്, അയാളുള്ള സിമ്പതി. രണ്ടാമത്, ആ ഒരു അവസ്ഥയിൽ നമ്മളെ പ്ലേസ് ചെയ്ത് ചിന്തിച്ചു തുടങ്ങും. അപ്പം ഓഫീസിൽ 2 പേർക്ക് വന്നു, അപ്പം ഞാനും വൾണറബിൾ ആണോ? അത് അവരുടെ ഒരു വലിയ ഭയമായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് കൂടുതലാണെങ്കിൽ പോലും ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 1,00,000 പേരിൽ ഒരു 100-200 പേർക്കേ ക്യാൻസർ വരുന്നുള്ളൂ. അപ്പം ഈ ഒരു ഓഫീസിൽ 2 പേർക്ക് വരുന്നത് ഒരു യാദൃച്ഛികമാണ്. അതുപോലെ തന്നെ ചോദ്യം വരാം, കുടുംബത്തിൽ എൻ്റെ അച്ഛന് ക്യാൻസർ ഉണ്ടായിരുന്നു, അതുപോലെ എനിക്ക് ക്യാൻസർ വരുമോ? അപ്പം അതും ജനിതകമാണോ ക്യാൻസർ? അപ്പം അതും പറയുകയാണെങ്കിൽ ഈ ക്യാൻസറും ജനറ്റിക്സും, ക്യാൻസറിൽ ജനറ്റിക് അസുഖമാണെങ്കിൽ പോലും അത്രയും വലിയൊരു ബന്ധം അത് തമ്മിലില്ല. നമുക്കൊരു കോൾ വരുന്നതിന് ശേഷം സംസാരിക്കാം. നമസ്കാരം, ആരോഗ്യ ഭാരതത്തിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നതെന്ന് പറയാമോ? ഷെർലി തോമസ്. എവിടെ നിന്നാണ് വിളിക്കുന്നത് ഷെർലി തോമസ്? എവിടുന്ന്? മതിലകം, തൃശ്ശൂർ ജില്ല. തൃശ്ശൂർ ജില്ലയിൽ നിന്ന്, മതിലകത്തു നിന്ന്. ഡോക്ടറോട് സംസാരിക്കാം കേട്ടോ. പറയൂ ഷെർലി. സംസാരിച്ചോളൂ ഷെർലി. ഹലോ. ക്യാൻസർ എന്ന് പറയുന്നുണ്ടല്ലോ, ബ്രസ്റ്റിന് ഉണ്ടാകാറുണ്ട് ക്യാൻസർ. അപ്പൊ ഷെർലി പറയാം, കേൾക്കുന്നുണ്ട്. ശബ്ദം ആ ടിവിയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കാൻ പറ്റുമോ? കുറച്ചിട്ടുണ്ടല്ലോ. അത് പറഞ്ഞോളൂ. ഈ ബ്രസ്റ്റിന് തടിപ്പ് കുറച്ചിട്ടുണ്ടല്ലോ സാർ. പറയൂ, കേൾക്കാം. ഇപ്പൊ നല്ലോണം കേൾക്കാം. തടിപ്പ് ഉണ്ടാകുമ്പോഴാണ് ഈ ക്യാൻസർ ഉണ്ടെന്ന് അറിയുന്നതെന്നാണ്. അതെ, തടിപ്പല്ല, മാറിൽ വരുന്ന കട്ടി, അതാണ് ബ്രസ്റ്റ് ക്യാൻസർ. അത് എങ്ങനെയുള്ള കട്ടിയാണ്? ഇതെങ്ങനെയുള്ള കട്ടി എന്ന് ചോദിച്ചാൽ ഏത് തരത്തിലുള്ള കട്ടിയും വേണമെങ്കിൽ ക്യാൻസർ ആകാം. അതെ, ഇങ്ങനെ വേദന ഇല്ലാത്തതാണോ? ക്യാൻസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് പലപ്പോഴും വേദന ഇല്ലാതെയാണ് വരുന്നത്. വേദന ഇല്ലാതെ വരുന്ന കട്ടികളെല്ലാം. അപ്പം രോഗികൾ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് കട്ടി ഉണ്ടായിരുന്നെങ്കിലും ഞാനത് ഡോക്ടറെ കാണിച്ചില്ല, കാരണം വേറെ വേദനയില്ലായിരുന്നു. അപ്പോൾ വേദന ഒരിക്കലും ഉണ്ടാകണമെന്നില്ല, അത് വളരെ ലേ സ്റ്റേജിൽ മാത്രമേ വേദന പലപ്പോഴും വരാറുള്ളൂ. അതെ, ഈ മെൻസസ് എടുക്കുമ്പോൾ ഒരു കനപ്പ് ഇങ്ങനെ വേദനയൊക്കെ ഉണ്ടാവില്ലേ സാർ? അത് സാധാരണഗതിയിൽ അത്തരം കട്ടികൾ ക്യാൻസർ ആകാൻ സാധ്യതയില്ല. എന്നിരുന്നാൽ തന്നെയും അങ്ങനെ കട്ടികൾ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ഡോക്ടറുടെ ഉപദേശം തേടുന്നത് വളരെ നന്നായിരിക്കും. ഷെർലി, താങ്ക് യു വെരി മച്ച്. നമുക്ക് ഇനിയൊരു ബ്രേക്ക് ഉണ്ട്, ബ്രേക്ക് കഴിഞ്ഞിട്ട് വരാം. ഇനിയൊരു ബ്രേക്ക്. ആഗ്രഹങ്ങൾ എന്തുമാകട്ടെ, സഫലമാകാൻ ഭാഗ്യവർഷ ചിട്ടികൾ. KSFE ഭാഗ്യവർഷ ചിട്ടികൾ കൊണ്ടുവരും പൊന്നോണത്തിൻ സമ്പൽ സമൃദ്ധി. KSFE, വിശ്വസ്തം, സുരക്ഷിതം. വീര്യം കാട്ടി ഇന്ത്യ, ശൗര്യം കാട്ടി ഇന്ത്യ. മനസ്സറിഞ്ഞ് ചിയർ ചെയ്യൂ ഇന്ത്യ. തൊണ്ടയുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. വിക്സ് ഗുളിക തരും കിച്ച് കിച്ചിന് നീണ്ട ആശ്വാസം. ആരോഗ്യ ഭാരതത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ക്യാൻസർ വരുന്നതിന് മുമ്പുള്ള ആൾക്കാരുടെ ഭയാശങ്കകളെക്കുറിച്ച് പറയുകയായിരുന്നു. അതിനുള്ള പ്രതിവിധി എന്താണ്?
ഒരാൾക്ക് എന്ത് ഉപദേശം കൊടുക്കാൻ പറ്റും? നിങ്ങൾ എങ്ങനെയുള്ള ജീവിതശൈലി സ്വീകരിക്കണം? നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? അത്തരം കാര്യങ്ങൾ, അതായത് ഇതിനെ നമ്മൾ പ്രതിരോധിക്കാൻ മാനസികമായിട്ട് എങ്ങനെ തയ്യാറെടുക്കണം, അല്ലെങ്കിൽ അറിവ് കൊണ്ട് എങ്ങനെ ഇന്നെ പ്രതിരോധിക്കണം, എന്ത് പറയാം? അതെ, പ്രത്യേകിച്ചും ഒരു ഈ ഫ്രാൻറ്റിക് ആകുന്ന അല്ലെങ്കിൽ ഭയചകിതരാകുന്നില്ല യാതൊരു കാര്യമില്ല. ഇപ്പം എൻ്റെ ഒരാൾക്ക് കുടുംബത്തിലൊരാൾക്ക് ക്യാൻസർ വന്നു, അതല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിന് ക്യാൻസർ വന്നു, എൻ്റെ ഗതി എന്താവും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ക്യാൻസറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏതാണ്ട് അതിൽ കുറച്ചൊരു ജനിതകമായ ഫാക്ടേഴ്സ് ഉണ്ട്, കുറച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈലും അതുപോലുള്ള കാര്യങ്ങളുമാണ്, അതുപോലെ നമ്മളുടെ എക്സ്പോഷർ ടു ഹസാർഡസ് തിങ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ജീൻസും നമുക്ക് തിരിച്ചെഴുതാൻ പറ്റുകയില്ല. അപ്പം ആ മോഡിഫൈബിൾ ഫാക്ടേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ആ മോഡിഫൈബിൾ ഫാക്ടേഴ്സിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു നല്ല ജീവിതചര്യ, നല്ല ഭക്ഷണം, ശുദ്ധമായ ഭക്ഷണം കഴിക്കുക, അതുപോലെ വ്യായാമം ചെയ്യുക, അതുപോലെ തന്നെ എന്തൊരു അസുഖത്തെക്കുറിച്ചും ബോധവാന്മാരായിരിക്കുക. പ്രത്യേകിച്ചും സ്തനാർബുദത്തെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഒരു പ്രധാന ഇഷ്യൂ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്കുള്ള ഒരു സോഷ്യലായിട്ടുള്ള ഒരു ഷൈനസ്, അത് കാരണം ഇങ്ങനെ അസുഖം വരുമ്പോൾ ഡോക്ടറെ അടുത്ത് പോകാനുള്ള ഒരു മടിയൊക്കെ ഉണ്ട്. അപ്പം ഒരു ക്യാൻസർ എങ്ങനെ വേണമെങ്കിലും വരാം, ഏത് നിമിഷവും വരാം. അതേസമയം അത് നേരത്തെ പോയി കണ്ടുപിടിച്ചാൽ അത് മാറും എന്നുള്ളൊരു ധാരണ ആൾക്കാർക്കുണ്ടായിരിക്കും. നമുക്കൊരു കോൾ വെയിറ്റ് ചെയ്യാം. നമസ്കാരം, ആരോഗ്യഭാരതത്തിലേക്ക് സ്വാഗതം. നമസ്കാരം, കേൾക്കാമോ? ആരാ വിളിക്കുന്നതെന്ന് പറയാമോ? തിരുവനന്തപുരത്ത് നിന്ന് ലേഖ. ലേഖ, ഡോക്ടറോട് സംസാരിക്കാം. പറയൂ ലേഖ. ഹലോ പറയൂ. സാർ, എനിക്ക് ഒരു 2 വർഷം മുൻപ് എന്റെ യൂട്രസ് റിമൂവ് ചെയ്ത്. അതെ. ഇപ്പം എനിക്ക് വലതുവശത്തെ ബ്രസ്റ്റ് ഒന്ന് വലുതായിട്ട് തോന്നി. ഞാൻ ഒരു സർജറി ഡോക്ടറെ കണ്ടപ്പോ പറഞ്ഞു ഒന്ന് മാമോഗ്രാം ചെയ്യണോന്ന് പറഞ്ഞു. അതെ. അങ്ങനെ 2 പ്രാവശ്യം ചെയ്തു. അപ്പൊ അത് ലംബ്രസ്റ്റ് എന്നാണ് കണ്ടത്. കാറ്റഗറി 2 ആയിരുന്നു. അപ്പൊ ഇപ്പൊ ചികിത്സയൊന്നും വേണ്ട, ഇനി 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ടെസ്റ്റും കൂടെ ചെയ്യാൻ പറഞ്ഞു. ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ സാർ? വളരെ വേണ്ട കാര്യം തന്നെയാണ് ഡോക്ടർ ചെയ്തിരിക്കുന്നത്. പരിശോധിച്ച് നോക്കി, മാമോഗ്രാം ചെയ്തു, അതിനുശേഷം കാറ്റഗറി 2 ഉള്ളൂ. അപ്പം അതിനുള്ള റിസ്ക്, ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ്, കാരണം ബിനൈൻ ഡിസീസാണ് ഇത്. അപ്പം ഈ മാമോഗ്രാമും പിന്നെ ഡോക്ടറുടെ എക്സ്പെർട്ടൈസും വെച്ച് നോക്കുകയാണെങ്കിൽ, നല്ല എക്സ്പെർട്ട് ഡോക്ടർ ആണെങ്കിൽ ഇത് തന്നെ മതിയായിരിക്കും. പക്ഷേ ഇതുപോലെ റെഗുലറായിട്ട് ഫോളോ അപ്പിൽ ഇരിക്കേണ്ടി വരും. ഇടതുവശത്ത് എനിക്ക് ഒരു വിഷമം പോലെ തോന്നണുണ്ട്, കട്ടിയായിട്ട്. അതെ, പിന്നെ അതിനുശേഷം എന്തെങ്കിലും പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഡോക്ടറെ പിന്നെ സമീപിക്കുകയും, ഇതിനെല്ലാം ഈ ചെയ്ത ഒരു ടെസ്റ്റിന് പുറമെ വേറൊരു പരിശോധന കൂടിയുണ്ട്, ഒരു ചെറിയ സൂചി കടത്തിയുള്ള FNAC എന്നുള്ള പരിശോധന. അപ്പം ആ ടെസ്റ്റ് കൂടെ നടത്തി കഴിഞ്ഞാൽ നമുക്കത് ക്യാൻസർ ആണോ ഇല്ലയോ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഒരു പക്ഷേ അറിയാൻ പറ്റും. ലേഖ, സംശയം മാറിയല്ലോ. താങ്ക് യു വെരി മച്ച്. നമ്മൾ ഈ രോഗം വരുന്നതിന് മുമ്പുള്ള കാര്യത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. മറ്റ് ഏറ്റവും വലിയൊരു സാമൂഹിക പ്രശ്നമായിട്ട് അല്ലെങ്കിൽ മാനസിക പ്രശ്നമായിട്ട് മാറുന്നത് രോഗം വന്നതിന് ശേഷമുള്ള പ്രശ്നങ്ങളാണ്. ചികിത്സയുടേത്, രോഗനിർണയത്തിൻ്റെ, അതുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക പ്രശ്നങ്ങൾ, അതിൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ രോഗചികിത്സയെ സംബന്ധിക്കുന്ന അതിൻ്റെ പാർശ്വഫലങ്ങൾ, ചികിത്സ, അത് എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ? രോഗത്തിൻ്റെ പാർശ്വഫലങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം, സ്തനാർബുദം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ സ്ത്രൈണ അവയവമാണ് സ്തനാർബുദം. അതിന് ബോഡി ഫങ്ഷൻസിന് പുറമെ അതിന് ഒരു ലൈംഗികമായും സൗന്ദര്യശാസ്ത്രപരമായ ചില വീക്ഷണകോണുകളിൽ കൂടെ പ്രാധാന്യമുള്ള ഒരു അവയവമാണ് ഈ സ്തനം. അപ്പം അതിനുശേഷം പലപ്പോഴും നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ ബ്രസ്റ്റ് ക്യാൻസർ വന്നാൽ സ്തനം മുഴുവൻ നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയകളാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുശേഷം ഒരു സ്ത്രീയെ സംബന്ധിച്ച് മാനസികമായൊരു ആഘാതമാണ് അത് ഉണ്ടാക്കുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് സ്തനം നിലനിർത്തിക്കൊണ്ടുള്ള ശസ്ത്രക്രിയ രീതികൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്തന പുനർനിർമ്മാണം, അതുപോലെ തന്നെ ഇംപ്ലാന്റുകൾ എന്നിവയൊക്കെ ധാരാളം വന്നിട്ടുണ്ട്. അപ്പം ആ സ്ത്രൈണതയ്ക്ക് ഏൽക്കുന്ന ക്ഷതം ഒരു പരിധിവരെ കുറയ്ക്കാൻ അതുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു കോൾ വെയിറ്റ് ചെയ്യുന്നു. നമസ്കാരം, ആരോഗ്യഭാരതത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. ആരാ വിളിക്കുന്നതെന്ന് പറയാമോ? ലിലിയാണ്, കോഴിക്കോട് നിന്നാണ്. കോഴിക്കോട് നിന്ന് വിളിക്കുന്നത്. ഡോക്ടറോട് സംസാരിച്ചോളൂ. പറയൂ സാർ. ഞാൻ എന്റെ അമ്മയ്ക്കും എന്റെ ചേച്ചിക്കും ഒക്കെ ക്യാൻസർ ആയിട്ടാണ് മരിച്ചത്. എന്ത് ക്യാൻസർ ആയിരുന്നു? ഒരിക്കൽ അമ്മയ്ക്ക് ഇവിടെയായിരുന്നു, തൊണ്ടയ്ക്കായിരുന്നു. അമ്മേന്റെ അമ്മയ്ക്ക് സ്തനാർബുദമായിരുന്നു. ചേച്ചിക്ക് ഹാർട്ടിന്റെ ബ്ലാഡറിന് ക്യാൻസർ ആയിരുന്നു. ബ്ലാഡർ? യൂറിനറി ബ്ലാഡർ, മൂത്രസഞ്ചി. അതെ. അപ്പം ഞാനിപ്പോ ചോദിക്കുന്നത്, ഇത് പാരമ്പര്യമായിട്ടുള്ള അസുഖമാണോ ഞങ്ങൾക്ക്? ഇതൊക്കെ
പാരമ്പര്യമായിട്ട് ഈ 3 ക്യാൻസറുകളും സാധാരണഗതിയിൽ ഒരുമിച്ച് വരാറില്ല. ഇത് 3 സ്ഥലങ്ങളിലെ ക്യാൻസറാണ്. ഇപ്പം ഉദാഹരണത്തിന് അമ്മയ്ക്കും അമ്മയുടെ ചേച്ചിക്കും നിങ്ങളുടെ ചേച്ചിക്കുമൊക്കെ ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു വന്നിരുന്നതെങ്കിൽ പാരമ്പര്യമായ എന്തോ ഒരു ജനറ്റിക ഘടകം അവിടെ ഉണ്ടെന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. പക്ഷേ ഇത് പല പല ക്യാൻസറുകളായതുകൊണ്ട് അത് പാരമ്പര്യവുമായിട്ട് വലുതായിട്ട് ബന്ധപ്പെടാൻ സാധ്യതയില്ല. ലീന, താങ്ക് യു വെരി മച്ച്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ നേരത്തെ പറഞ്ഞ ഒരു ആശങ്കയാണ്, ഒരാൾക്ക് ക്യാൻസർ വരുന്നു, വീട്ടിൽ മറ്റാർക്കെങ്കിലും ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ക്യാൻസർ വരുമോ എന്നുള്ള ഒരു ചിന്ത. അത് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് ആശങ്ക മാറ്റുക എന്നുള്ളതാണ്. നമ്മൾ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു, ഈ സർജറിയുടെ പാർശ്വഫലത്തെ സംബന്ധിച്ച്. ഇപ്പം അങ്ങനെ പാർശ്വഫലം, ഡോക്ടറുടെ വാക്കുകൾ മനസ്സിലാകുന്നു, ഇപ്പം അങ്ങനെ പാർശ്വഫലങ്ങൾ ഇല്ലാതെ തന്നെ, അല്ലെങ്കിൽ എന്താ ഒരു വൈകല്യം ഉണ്ടാക്കാതെ തന്നെയുള്ള ശസ്ത്രക്രിയക്ക് സാധ്യതയുള്ളപ്പോൾ അതിന് വലിയ പ്രശ്നമുള്ള കാര്യമല്ല എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ അങ്ങനെ അങ്ങ് എടുത്ത് കളയേണ്ടി വന്നു ഇരിക്കട്ടെ, ഒരു ശരിക്കും സ്ഥലം പൂർണ്ണമായിട്ട് നീക്കം ചെയ്യേണ്ടി വരുന്ന ഒരു ഘട്ടത്തിൽ പോലും മറ്റെന്തെങ്കിലും പ്രോസസ്സ് അങ്ങനെ എന്തെങ്കിലും പുനർനിർമ്മാണ ശസ്ത്രക്രിയകളുണ്ട്, അതുപോലെ തന്നെ പിന്നെ ഇംപ്ലാന്റുകളുണ്ട്. അപ്പം പിന്നെ അതുപോലെ തന്നെ ഈ സ്ഥലം നിലനിർത്തിക്കൊണ്ട് തന്നെ ചെയ്യുന്ന വളരെയധികം പ്ലാസ്റ്റിക് സർജറി സങ്കേതങ്ങൾ ഇന്നിപ്പം നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ആ ഒരു ശാരീരികമായ ഒരു ആഘാതം ഒരു പരിധിവരെ കുറവാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷേ മാനസികമായ ആഘാതം അത് എത്രത്തോളം കുറയ്ക്കാൻ പറ്റും എന്നുള്ള കാര്യം നമുക്കൊരു കോളിലൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമസ്കാരം, ആരോഗ്യ ഭാരതത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത് പറയാമോ? വാസൻ. എന്താണ് പറയുന്നത്? പേര് പറയാമോ? വാസൻ. എവിടെ നിന്ന് വിളിക്കുന്നു? വാസൻ, ശ്രീകാര്യം. ഡോക്ടറോട് സംസാരിച്ചോളൂ. വാസൻ പറയൂ. പറഞ്ഞോളൂ ഡോക്ടർ. പിന്നെ മൈലോമ എന്നും പറഞ്ഞൊരു ക്യാൻസർ ഉണ്ടല്ലോ, അതെന്താണ്? അത് പിന്നെ ബോൺ മാരോനെ ബാധിക്കുന്ന ഒരു തരം ക്യാൻസറാണ്. ശരി, സംശയം മാറിയില്ലേ? താങ്ക് യു. ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ശസ്ത്രക്രിയ വഴി സ്ഥലം നീക്കം ചെയ്യാൻ തന്നെയും അവർക്ക് ശരിക്കും പറഞ്ഞാൽ ശാരീരിക വൈകല്യം പ്രകടമാക്കാത്ത തരത്തിലുള്ള മറ്റ് സങ്കേതങ്ങളുണ്ട്. മറ്റൊരു വലിയ ആശങ്ക സാമൂഹിക പ്രശ്നം തന്നെയാണ്, മാനസിക പ്രശ്നം ഉണ്ടാകുന്നത്. കീമോതെറാപ്പി എടുക്കുമ്പോഴുള്ള മുടി കൊഴിച്ചിലാണ്. അതും വളരെയധികം ആശങ്കയ്ക്കുള്ള ഒരു കാര്യമല്ല. കാരണം ഈ മുടി കൊഴിച്ചിൽ എന്ന് പറഞ്ഞാൽ വളരെ ഒരു ടെമ്പററി ഒരു ഫേസ് ആണെന്ന് ആദ്യം മനസ്സിലാക്കുക. ആ ടെമ്പററി ഫേസിൽ അത് നമുക്ക് കവർ ചെയ്യാനുള്ള വേണ്ടത്ര ടെക്നോളജികൾ ഇപ്പം വിഗും ഒക്കെ അവൈലബിൾ ആണ്. അത് കഴിഞ്ഞിട്ട് കീമോതെറാപ്പി നിർത്തി തിരിച്ച് മുടി പഴയതുപോലും ഒരുപക്ഷെ പഴയതിനേക്കാൾ നന്നായിട്ട് തിരിച്ചു വരാനുള്ള നല്ല സാധ്യതയുണ്ട്. അതെ. അപ്പോൾ ഒരുപക്ഷെ അങ്ങനെ ഒരു 5-6 മാസം കൊണ്ട് മുടി കിളിച്ചു വരുന്നുള്ള ഒരു പീരീഡിൽ, ഒരു കാലഘട്ടത്തിൽ ഒരു വിഗ് വേണം ഉപയോഗിക്കാം. അതെ, നമ്മളൊരു ശക്തനായ എതിരാളിയാണ് നമ്മൾ എതിരിടുന്നത്. അപ്പം അതിൻ്റെ ഒരു ബാർഗെയിൻ്റെ പാർട്ടായിട്ട് ഒരു ചെറിയ ചില നഷ്ടങ്ങളൊക്കെ നമ്മൾ സഹിച്ചേ പറ്റൂ. അതെ. ഇനിയും മറ്റൊരു ആശങ്ക, രോഗികളുടെ ഒരു റെസ്പോൺസ് ഇന്നാണ്. പല കത്തുകളോട് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ എല്ലാ കത്തുകളും നമുക്ക് ഈ പരിപാടി വായിക്കാൻ പറ്റില്ല. അതിൽ നിന്ന് കിട്ടുന്ന ചില കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ഇൻഫെക്ഷൻ, പ്രത്യേകിച്ച് കീമോതെറാപ്പി കൊടുക്കുന്ന സമയത്ത് അവരുടെ കൗണ്ട് കുറയുമ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നുണ്ട്, വലിയ ആശങ്കയുണ്ട്. എന്താണ്? കീമോതെറാപ്പി സമയത്ത് ഇൻഫെക്ഷൻ സാധ്യതയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ കീമോതെറാപ്പി എന്ന് പറയുന്ന മരുന്ന് ക്യാൻസർ സെൽസിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. അതേസമയം അത് ശരീരത്തിലെ സാധാരണ കോശങ്ങളെയും അത് ആക്രമിച്ചെന്ന് വരും. അതിന് പലപ്പോഴും ഈ ഏതാണ് ക്യാൻസർ ഏതാണ് ശരീരകോശങ്ങൾ അറിയാൻ പറ്റത്തില്ല. കാരണം റാപ്പിഡ്ലി ഡിവൈഡിങ് സെൽസിനെയൊക്കെ അത് അറ്റാക്ക് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇമ്മ്യൂണിറ്റി കുറച്ച് താഴോട്ട് പോകാനും ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് ശുചിത്വം ഫോളോ ചെയ്യുന്നതിലൂടെയും അതോടൊപ്പം തന്നെ വേണ്ടി വന്നാൽ ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യുന്നതുകൊണ്ടും നമുക്ക് ഈ ഇൻഫെക്ഷൻസ് അഥവാ രോഗാണുബാധ ഒഴിവാക്കാൻ കഴിയും. ഈ ഭീതി ഉണ്ടാകുന്നതിന് മറ്റൊരു കാര്യം ഞാൻ കണ്ടത് കേട്ടുകേഴ്വിയാണ്. ഈ പണ്ട് കൊടുത്തിരുന്ന ചില മെഡിസിൻസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ നടത്തി കഴിഞ്ഞാൽ നിരന്തരമായി ഛർദി ഉണ്ടാകുന്നു. ആ ഛർദി സഹിക്കാൻ സാധിക്കില്ല, അത് വലിയ പീഡനമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയോ അല്ലെങ്കിൽ ചിലർക്ക് അനുഭവങ്ങൾ ഉണ്ടായി കാണാം. ഇപ്പോൾ അത്തരത്തിലുള്ള ഛർദിയൊക്കെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളില്ലേ? അതെ, ഛർദിക്ക് വളരെ ശക്തമായ മരുന്നുകൾ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം അത് ഉപകാരപ്രദമാണ്. ഒരു കോൾ വരുന്നുണ്ട്. നമസ്കാരം, ആരോഗ്യ ഭാരതത്തിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത് പറയാമോ? ഹുസൈൻ എവിടെ നിന്ന് വിളിക്കുന്നു? വേങ്ങോടാണ്, വേങ്ങോട്. ഡോക്ടറോട് സംസാരിച്ചോളൂ. സാർ, എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതെ. ഇപ്പോ ഇടത് സ്ഥാനത്തില് ഒരു ചെറിയ മുഴ പോലെ ഉണ്ടായിരുന്നു. അതൊരു നല്ല വേദനയും മറ്റുമൊക്കെ ആയിരുന്നു. കുറച്ചു നാളിന് മുമ്പ് ഞാൻ ചിറയൻകീഴ് ഒരു ഡോക്ടറെ അടുത്ത് കാണിച്ചു. അപ്പൊ അവര് മരുന്നൊക്കെ തന്ന് ഗുളികയൊക്കെ തന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴേക്കും അതങ്ങ് മാറി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ അടുത്ത സമയത്ത് 1 മാസത്തോളമായി ഇപ്പൊ ഈ ഇടത് ഭാഗത്ത് തന്നെ നെഞ്ചിന് നല്ലതുപോലെ ഒരു ചെറിയ മുഴയും വേദനയൊക്കെ ആയിരുന്നു. ഇപ്പൊ അതുകൊണ്ട് കുറച്ച് ഗുളികയൊക്കെ മേടിച്ച കഴിച്ചപ്പോഴത്തേക്ക് ഇപ്പൊ ഇച്ചിരി ഒരു വ്യത്യാസമുണ്ട്, ഇച്ചിരി മാറ്റമുണ്ട്.
എന്നുള്ളതല്ലാതെ അതിനി അത് എന്താണ് എന്നുള്ള അറിഞ്ഞുകൂടാ. പിന്നെ അതുകൊണ്ട് വേറെ വിഷമങ്ങൾ വല്ലതും ഉണ്ടാവുമോ, അത് വല്ല ക്യാൻസറിന്റെ ഏറ്റവും ആണോ എന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഇപ്പൊ ചോദിക്കുകയാണ്. പ്രധാനമായിട്ടും ഒരു ചോദ്യം, എത്ര നാളായിട്ട് ഈ കട്ടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ കട്ടി ഉണ്ടായിരുന്നത് ആദ്യം കുറച്ച് ദിവസം ഒരു 2 ആഴ്ചയോളം അതിങ്ങനെ നീണ്ടു നിന്നു. അത് കഴിഞ്ഞിട്ട് അത് ആ ഗുളിയൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് പിന്നെ അതില്ല, കട്ടി ഇല്ലായിരുന്നു. ഇപ്പോ 1 മാസത്തോളം. രണ്ടാമത്തെ ചോദ്യം, ഭാര്യക്ക് എത്ര വയസ്സായെന്നുള്ളതാണ്. 48 വയസ്സായി. ശരി. ഇത് വേറെ എന്തെങ്കിലും ടെസ്റ്റ്, മാമോഗ്രാം, FNAC എന്ന ടെസ്റ്റ് വല്ലതും ചെയ്തിട്ടുണ്ടോ? വേറെ ഇത് സംബന്ധമായിട്ട് വേറെ ടെസ്റ്റുകളൊന്നും നടത്തി. ഈ 2 ടെസ്റ്റുകളും ചെയ്യണം, മാമോഗ്രാഫി, FNAC. അത് RCC വന്നാൽ ചെയ്യാൻ സൗകര്യമാണ്. അപ്പൊ അത് എവിടെയാണ് അതിന്റെ RCCയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ 2 ടെസ്റ്റുകളും ചെയ്യുന്നുണ്ട്. ഹുസൈൻ വിളിച്ചതിന് നന്ദി. താങ്ക് യു. നമ്മുടെ നേരത്തെ പറഞ്ഞിട്ടുള്ള വിഷയം എന്ന് പറയുന്നത്, ഇപ്പം കീമോതെറാപ്പിയുടെ കാര്യം പറഞ്ഞു, അതുപോലെ അതിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് പറഞ്ഞു, ഛർദ്ദിൻ്റെ കാര്യം പ്രശ്നമെന്ന് പറയും. ഇപ്പോൾ ക്യാൻസർ ചികിത്സ കഴിഞ്ഞതിന് ശേഷമുള്ള ചില കാര്യങ്ങളുണ്ട്. ഒരു ചെറിയ കാര്യം എൻ്റെ ഓർമ്മയിൽ വരുന്നത്, കഴിഞ്ഞ 2 ദിവസം മുമ്പ് അവിടെ ഒരു കത്ത് വന്നത്, നമ്മുടെ ഈ പരിപാടി കണ്ടിട്ട് എഴുതിയ ഏതോ ഒരു മാന്യ പ്രേക്ഷക എഴുതിയ കത്താണ്. അവർ RCC ചികിത്സയിലായിരുന്നു. ബ്രസ്റ്റ് ക്യാൻസർ ചികിത്സ കഴിഞ്ഞ് 6-7 മാസത്തോളം കഴിഞ്ഞിട്ട് അവർ നാട്ടിൽ തിരിച്ചെത്തി. എന്നിട്ട് അവർക്കൊരു 60 വയസ്സോളം പ്രായമുള്ള ആളാണ്. ബ്രസ്റ്റൊക്കെ മാറ്റി. അവരുടെ മകനൊരു കുട്ടിയുണ്ട്. ആ മകൻ്റെ കുട്ടിയെ അവർ വളരെ വാത്സല്യത്തോടെ ഒരു ദിവസം എടുത്തപ്പോൾ മരുമകൾ വന്നിട്ട് ആ കുട്ടിയെ പെട്ടെന്ന് പിടിച്ചു വാങ്ങി. വളരെ സങ്കടത്തോടെ അവർ ചോദിക്കുന്നു, സാർ ഇത് പകരുന്ന രോഗമായതുകൊണ്ടാണോ? എനിക്ക് തോന്നുന്നു ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇത്തരത്തിലുണ്ടാകും. ഒരുപക്ഷെ റേഡിയേഷൻ കൊടുത്തിട്ടുള്ള രോഗിയായതുകൊണ്ട് കീമോതെറാപ്പി കൊടുത്ത് അതിൻ്റെ കുഴപ്പമുണ്ടെന്നൊക്കെ ധരിച്ചിട്ടുള്ള അജ്ഞത കൊണ്ടായിരിക്കാം. ഇത്തരക്കാരോട് നമുക്ക് എന്ത് പറഞ്ഞു? ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് വളരെയധികം മിഥ്യാധാരണകളുള്ള ഒരു രംഗമാണ് ഈ ക്യാൻസർ എന്ന് പറയുന്നത്. അതിലൊന്നാണ് ഈ ക്യാൻസർ പാരമ്പര്യമായിട്ട് നമുക്ക് വരുന്നൊരു രോഗമാണോ? പാരമ്പര്യ ഘടകമുണ്ട്, പക്ഷേ അത് വളരെ കുറച്ചാണ്. രണ്ടാമത്തെ സംശയം, പകരുന്ന രോഗമാണോ? ഒരിക്കലും ഇത് പകരുന്ന രോഗമല്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന ഒരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമസ്കാരം, ആരോഗ്യ ഭാരതത്തിലേക്ക് സ്വാഗതം. ഹലോ, ആരാ വിളിക്കുന്നത്? പറഞ്ഞോളൂ. മീന എവിടുന്ന് വിളിക്കുന്നേ? വെള്ളയമ്പലം. ഡോക്ടറോട് സംസാരിക്കാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഡോക്ടറിനോട് ഒരു സംശയം ചോദിക്കാനാണ്. എനിക്കിപ്പോ ഒരു യൂട്രസ് റിമൂവൽ കഴിഞ്ഞു. അപ്പൊ അതിന്റെ റിപ്പോർട്ട് വന്നപ്പോ യൂട്രസിനകത്ത് മെലിഗൻസി എന്നുള്ള ഇത് എഴുതിയിട്ടുണ്ടായിരുന്നു റിപ്പോർട്ടിലെ. അതെന്താ ഡോക്ടർ? എനിക്ക് അതിനൊന്ന് ക്ലിയർ ആക്കി തരാമോ? അതിനുശേഷം എവിടെയെങ്കിലും ചികിത്സിക്കാൻ വല്ലതും പോയോ? RCC തന്നെ ആയിരുന്നു ട്രീറ്റ്മെന്റ്. RCCയിൽ ഓപ്പറേഷൻ കഴിഞ്ഞു? അതെ. മലിഗൻസി എന്ന് റിപ്പോർട്ട് വന്നു? റിപ്പോർട്ട് ഉണ്ടായിരുന്നു. മലിഗൻസി എന്ന് പറയുമ്പോൾ അത് വളരെ ഈ ക്യാൻസർ പോലെ അസുഖത്തിന് പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ള ടെർമിനോളജിയാണ്. അപ്പൊ അതില് മലിഗൻസി ചിലപ്പോൾ നോ മലിഗൻസി എന്നാണോ ഉണ്ടായിരുന്നത്, അതോ മലിഗൻസി എന്നാണോ ഉണ്ടായിരുന്നത്? മലിഗൻസി എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. യൂട്രസിനകത്ത് അത് ഉണ്ടായിരുന്നു എഴുതിയിട്ടുണ്ട്. അപ്പം മലിഗൻസി എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്യാൻസറിന്റെ അംശം കണ്ടു എന്നായിരിക്കണം. അത് കൂടുതൽ വിശദമായിട്ട് ഡോക്ടറെ തന്നെ സമീപിച്ച് അതിന്റെ സംശയ നിവാരണം വരുത്തേണ്ടതാണ്. അപ്പൊ നമുക്ക് എപ്പോഴാണ് ഡോക്ടർ അത് അറിയാൻ പറ്റുക? ഞാൻ ഇത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പോയിരുന്നു കാണാനായിട്ട്. അതെ. അപ്പൊ അന്നേരം പറഞ്ഞു 3 മാസം കഴിഞ്ഞിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അല്ല, അപ്പം അതിനർത്ഥം എനിക്ക് തോന്നുന്നത് മാലിഗ്നൻസി പൂർണ്ണമായിട്ടും അത് മാറ്റിയിട്ടുണ്ട്. 3 മാസം കഴിഞ്ഞ് നിങ്ങളുടെ ചെക്കപ്പിന് വേണ്ടി വിളിച്ചിരിക്കുകയാണ്. മീന, 3 മാസം കഴിഞ്ഞ് ചെക്കപ്പിന് വരിക കേട്ടോ, ഭയപ്പെടേണ്ട കാര്യമില്ല. താങ്ക് യു. ഭയങ്കര ഇതെല്ലാം ഭയത്തിൽ നിന്നുണ്ടാകുന്ന ചില ചോദ്യങ്ങളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം, ഇപ്പം പകർച്ചവ്യാധിയാണോ തെറ്റിദ്ധരിക്കുന്ന ഒരു പലരുണ്ട്. അവർക്കെല്ലാം കൊടുക്കാനുള്ള ഒരു മറുപടി എന്താണ് ശരിക്കും പറഞ്ഞാൽ? ഒരിക്കലും ക്യാൻസർ എന്ന് പറയുന്നത്, അർബുദം എന്ന് പറയുന്ന ഒരു പകരുന്ന അസുഖമല്ല. അത് മാത്രമല്ല, ക്യാൻസറിൻ്റെ ഭാഗമായിട്ട് കീമോതെറാപ്പിയോ റേഡിയേഷനോ രോഗി എടുത്തിട്ടുണ്ടെങ്കിൽ അത്തരം റേഡിയേഷൻസും കുട്ടികളിലേക്കൊന്നും പകരുന്നതല്ല. അതുകൊണ്ട് ആ ഒരു ചിന്ത മാറ്റണം. അതുപോലെ തന്നെ ക്യാൻസർ ബാധിച്ച് സൊസൈറ്റിയിലേക്ക് തിരിച്ചു പോകുന്നയാൾ പൂർണ്ണമായ ഒരു ആരോഗ്യവാനാണ്. അയാൾക്ക് ഏത് ജോലിയും ചെയ്യാം. അപ്പോൾ നമുക്ക് അനാരോഗ്യം ഉണ്ടെങ്കിൽ തന്നെ മാനസികമായിട്ട് നമ്മൾ വിചാരിക്കുന്നുകൊണ്ട് തോന്നുന്നതാണ്. ഈ സാമൂഹിക പ്രശ്നങ്ങളാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് വന്ന ഒരു കത്തിൻ്റെ ഒരു ഉള്ളടക്കം ഞാനൊന്ന് പറയാം. അതായത് കല്യാണം കഴിച്ച് ഒരു 3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് 35 വയസ്സുള്ള ഒരു സ്ത്രീക്ക് ക്യാൻസർ ബാധിച്ചു. ശരിക്കും പറഞ്ഞാൽ അവർക്കത് കുട്ടികളില്ല. ക്യാൻസർ ബാധിച്ച് നിർഭാഗ്യവശാൽ അവരുടെ ബ്രസ്റ്റ് ഒരെണ്ണെടുത്ത് കളയേണ്ടി വന്നു. 6 മാസത്തോളം RCCയിലെ രോഗിയല്ല അവർ, മറ്റെവിടെയോ ചികിത്സിച്ചതിന് ശേഷം 6 മാസത്തിന് ശേഷം അവർ നോർമൽ ലൈഫിലേക്ക് തന്നെ പോകാമെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഹസ്ബൻഡ് ഇപ്പോൾ അവരിൽ നിന്നും അകന്നു മാറി താമസിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അവരെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നു.
ശരിക്കും പറഞ്ഞാൽ അവർക്ക് ശരിക്കും ഒരു എന്താ പറയുക ഒരു ദാമ്പത്യ ജീവിതത്തിന് ഇനി കഴിയില്ല എന്നുള്ള തരത്തിൽ അവരെ ശകാരിക്കുന്നു എന്നൊക്കെ ആ കത്തിൻ്റെ ഞാൻ ചുരുക്കി പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഇതൊരു വലിയ സാമൂഹിക പ്രശ്നമാണ് അല്ലേ? അതെ, ഒരു കുടുംബ പ്രശ്നമാണ്. അപ്പം ഇത് ഞാൻ പറഞ്ഞ പോലെ വേറൊരു തലത്തിൽ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു അസുഖമാണ്, ഒരു പ്രശ്നമാണ്, അതായത് സാമൂഹികവും മാനസികവുമായുള്ള തലത്തിൽ. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് വേറൊരു ഭർത്താവിൻ്റെ കാര്യമാണ്. അപ്പം വേറൊരു ഭർത്താവ് ഇതുപോലെ RCCയിൽ ഓപ്പറേഷൻ കഴിഞ്ഞു, അവർക്ക് ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം അടുത്ത ദിവസം അത് കഴിഞ്ഞ് ആ ഭർത്താവ് പറയുകയായിരുന്നു ഭാര്യയുടെ അടുത്ത്, ഇതുവരെ നിന്റെ ശരീരത്തെ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു, ഇനി നിന്റെ മനസ്സിനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതെ, അപ്പം ആ ഒരു ആപ്റ്റിറ്റ്യൂഡ്, കാഴ്ചപ്പാടാണ്. അതെ, കാഴ്ചപ്പാടിലുണ്ടാകുന്ന വ്യത്യാസം. അപ്പം ഒരു പക്ഷേ രോഗിക്കായിരിക്കാം, ഒരു പക്ഷേ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് സ്തനം എന്ന് പറഞ്ഞാൽ ഒരു ലൈംഗികമായ ഒരു വീക്ഷണകോണിൽ കാണുന്ന അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെ ഒരു പ്രതീകമാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി ഒരു വ്യക്തികൾ തമ്മിലുള്ള ഒരു അത് രോഗത്തെ ഇതിനിടയ്ക്ക് കൂട്ടിക്കൊണ്ടുവരേണ്ട കാര്യമില്ല. അപ്പം അതിനാണ് വളരെയധികം കൗൺസിലേഴ്സിൻ്റെയൊക്കെ ഒരു ആവശ്യം. ഒരു പക്ഷേ രോഗം ഈ രക്ഷപ്പെടാനുള്ള ഉപാധിയായിട്ട് പലരും മാറ്റിയെടുക്കുന്ന സംശയമുണ്ട് അല്ലേ? ഒരു പക്ഷേ ആ ഭാര്യ മറ്റൊരു കാര്യം, നേരത്തെ നമുക്ക് സമയപരിമിതിയുണ്ട് എങ്കിലും നമുക്ക് ഒരു കാര്യം കൂടി ചോദിച്ചോളട്ടെ. നേരത്തെ ഡോക്ടർ പറഞ്ഞ ഒരു കാര്യത്തിന് ചുവട് പിടിച്ചാണ് ഇപ്പോൾ വിവാഹബന്ധത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. പലരും ഈ വിവാഹത്തിന് മുമ്പുണ്ടായിട്ടുള്ള ചില ഇത്തരം സ്തനാർബുദത്തെ സംബന്ധിച്ച കാര്യങ്ങൾ ഒളിച്ചു വെക്കുന്നതായും പിന്നീട് അത് ശരിക്കും പറഞ്ഞാൽ അവരുടെ വിവാഹബന്ധത്തിന് ശേഷം അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നതായൊക്കെ നമുക്ക് തന്നെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്താണ് അതിന്? എനിക്ക് ഒരു ഉദാഹരണം പറയാൻ കഴിയും. കാരണം ഞങ്ങളുടെ ഈ അടുത്ത കാലത്തായിട്ട് വളരെ ചെറുപ്പക്കാരിൽ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുവരുന്നുണ്ട്, കല്യാണം കഴിക്കാത്ത ആൾക്കാരിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടിക്ക് ഒരു ബ്രസ്റ്റ് ക്യാൻസർ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അത് ഹൈഡ് ചെയ്ത് വയ്ക്കുക, പിന്നെ വരുന്ന പ്രപ്പോസൽ വരുന്ന ആൾക്കാരുടെ അടുത്ത് അത് പറയാതിരിക്കുക. അങ്ങനെ പിന്നീട് വളരെ താമസിച്ചായിരിക്കും അത് അറിയുന്നത്. കാരണം ക്യാൻസർ വരുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നതൊക്കെ ക്യാൻസർ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനിയിപ്പം ഭർത്താവിൻ്റെ അടുത്തും പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ക്യാൻസർ എന്ന് പറഞ്ഞത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ തന്നെയും വർഷങ്ങളോളം അതിൻ്റെ ചെക്കപ്പും അതിൻ്റെ ഫോളോ അപ്പും. ഈ രോഗി വളരെ നോർമലായ രോഗിയാണ്, അയാൾക്ക് സൊസൈറ്റി ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഏർപ്പെടുത്താൻ കഴിയുമെങ്കിൽ പോലും ഈ ചെക്കപ്പ് വളരെ റെഗുലറാണ് നടത്തേണ്ടിയിരിക്കുന്നത്. അപ്പം ആ രണ്ട് മെസ്സേജുകളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, രോഗിയെ സംബന്ധിച്ച് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും ഹൈഡ് ചെയ്യാതിരിക്കുക, പ്രത്യേകിച്ചും പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് നിന്നൊക്കെ. രണ്ടാമത് പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത് ഇത് അക്സെപ്റ്റ് ചെയ്യുക, ബിക്കോസ് ദേ ആർ നോർമൽ ആസ് എനിബഡി എൽസ്. മറ്റുള്ളവരെ പോലെ തന്നെ വ്യക്തികളാണ്, സാധാരണ വ്യക്തികളാണ്. നമുക്ക് ഒരു ഒറ്റ കാര്യം കൂടി ചോദിക്കട്ടെ. ഡോക്ടർ ഇപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, പ്രത്യേകിച്ച് സ്തനാർബുദ ചികിത്സയിൽ. ഇപ്പം ചികിത്സിച്ചപ്പം രോഗിയെ നമ്മൾ യാന്ത്രികമായിട്ട് ഭേദമാക്കുന്നു, രോഗം മാറ്റുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ ഇത്തരം സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ അതിന് മറ്റൊരു തരത്തിലുള്ള ചികിത്സാ ഫിലോസഫി ആവശ്യമാണ്. എന്ത് തരം ഫിലോസഫിയാണ് ആ ഫിലോസഫി എന്ന് പറഞ്ഞാൽ? ഞാൻ ഉദാഹരണത്തിന് പറയുന്നത്, ഇപ്പം നമ്മുടെ മണിച്ചിത്ര താഴ് സിനിമ കണ്ടു കാണും. അപ്പോൾ അതിൽ മോഹൻലാലിൻ്റെ കഥാപാത്രം സുരേഷ് ഗോപിയുടെ പറയുന്നുണ്ട്, എനിക്ക് വേണമെങ്കിൽ നിന്റെ ഗംഗയെ തിരിച്ചു തരാം, പക്ഷെ അതേസമയം ആ പഴയ ഗംഗ ആയിരിക്കത്തില്ല. അതേസമയം നിനക്ക് ആ സെയിം ഗംഗയെ വേണമെങ്കിൽ എനിക്ക് കുറച്ച് പാടുപെടേണ്ടി വരും. അത് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ഒരു രോഗം കഴിഞ്ഞ് സൊസൈറ്റിയിലേക്ക് ഇറക്കി വിടുന്ന വ്യക്തി ശാരീരികമായിട്ട് ക്യാൻസർ ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ പോലും മാനസികമായിട്ട് അവരെ ആ പരിപൂർണതയിലെത്തിക്കാനായിട്ട് വളരെയധികം നമുക്ക് ശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഡോക്ടറുടെ വാക്കുകൾ നമുക്ക് ബലം നൽകുന്നതാണ്, സമൂഹത്തിൻ്റെ ധൈര്യം നൽകുന്നതാണ്. ഒരു സാധാരണ രോഗം മാറി വെറുതെ ഒരു യാന്ത്രികമായിട്ട് ഈ സൊസൈറ്റിയിൽ വിടുകയല്ല, മറിച്ച് പൂർണ്ണ ആരോഗ്യമുള്ള പൂർണ്ണ മനുഷ്യരായാണ് രോഗം മാറിയ ക്യാൻസർ രോഗികളെ സമൂഹത്തിലേക്ക് വിടുന്നത്. അവർ ഒരു കാരണവശാലും നമ്മൾ അവരെ മാറ്റി നിർത്തരുത് എന്ന് തന്നെയാണ് ഈ ഡോക്ടർ പറയുന്നതിൻ്റെ ആശയം. നമുക്ക് സ്തനാർബുദ ബോധന മാസാചരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ സന്ദേശം ഉൾക്കൊണ്ടുതന്നെ ജീവിക്കാൻ ശ്രമിക്കാം. നന്ദി, നമസ്കാരം.